على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നല്ലവരായ പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ ഒരുപാട് പണ്ഡിതന്മാർ നമ്മെ അഭിമുഖീകരിച്ച് അവരുടെ അനുഭവം വിശദീകരിച്ച് തരികയാണ്. ഈ ഹാഫ് ഡേ പ്രോഗ്രാം കൊണ്ട് ഇതിൽ നിന്ന് പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അനുഭവം തന്നെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എന്നിരിക്കെ ഈ പണ്ഡിതന്മാർക്ക് മുഴുവനും പറയാനുള്ളത് പറഞ്ഞു തീർക്കാൻ സമയം പര്യാപ്തമല്ല. ഇന്ന് കേരളക്കരയിൽ ഒട്ടനവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ പണ്ഡിതന്മാരും വിവരം കുറഞ്ഞ ആളുകളുമെല്ലാമുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക്. ആർക്കും ഇത് മൂടിവെക്കാൻ കഴിയുകയില്ല. അത്രയും ആളുകൾ ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ നിശ്ചയിക്കപ്പെട്ട ഈ പരിപാടി. എനിക്ക് കഴിയില്ലെന്ന് ടൗൺ ഹാള് പറഞ്ഞതിനാൽ മുതലക്കുളത്തേക്ക് മാറ്റിയത്. മുതലക്കുളം പറയും എനിക്കും ഇത്തരം പരിപാടികളൊന്നും ഉൾക്കൊള്ളാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ കടപ്പുറത്തേക്കോ മറ്റോ നീങ്ങേണ്ടി വരും. ഇതിൽ വരുന്ന പണ്ഡിതന്മാർ, അഭിമുഖീകരിക്കുന്ന പണ്ഡിതന്മാർ മാത്രമല്ല, ഇവിടെ കൂടിയ ഒട്ടനവധി ആളുകൾ അടുത്തിടെയായി പ്രസ്ഥാനത്തെ ആകർഷിച്ചിങ്ങോട്ട് വന്നവരാണ്. ഈ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് പുതിയ പുതിയ ബിദ്അത്തുകൾ നാട്ടിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ബിദ്അത്തുകൾ കഴിഞ്ഞ പ്രാസംഗികന്മാർ സൂചിപ്പിച്ചതുപോലെ മുമ്പ് കേട്ടുകേൾവിയില്ലാത്തവകളാണ്. അവ പ്രചരിപ്പിക്കാൻ ആധുനിക മാധ്യമങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ വിധേനയും പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചെറുകഥയാണ്. ഒരാൾക്ക് ഒരു മാനസിക രോഗമുണ്ടായിരുന്നു. പലവിധത്തിലും മാനസിക രോഗമുണ്ടാകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസിക രോഗം ഞാൻ തവളയാണെന്ന് വിചാരിക്കലാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത് കോഴിയെ കാണുമ്പോൾ പേടിച്ചകത്തേക്ക് ഓടിക്കയറും. ചോദിച്ചാൽ പറയും ഞാൻ തവളയാണെന്ന്. എങ്ങനെ പറഞ്ഞു കൊടുത്തു നോക്കുമ്പോഴും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അവസാനം ഒരു ഡോക്ടറെ സമീപിച്ച് അദ്ദേഹം കുറേ മരുന്നൊക്കെ കൊടുത്ത് നല്ല ഉപദേശങ്ങളും കൊടുത്ത് രോഗമൊക്കെ മാറി. കുറേ കാലം കഴിഞ്ഞപ്പം വീണ്ടും രോഗം ആവർത്തിച്ച് ഇയാൾ തവളയെ കാണുമ്പോൾ, കോഴിയെ കാണുമ്പോൾ ഓടി അകത്ത് കയറാൻ തുടങ്ങി. അദ്ദേഹത്തോട് കുടുംബക്കാർ പറഞ്ഞു കൊടുത്തു, നീ തവളയല്ലെന്ന് മനസ്സിലായില്ലേ? വീണ്ടും ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇദ്ദേഹം ഡോക്ടറോട് പറഞ്ഞത്, എനിക്ക് മനസ്സിലായി ഞാൻ തവളയല്ലെന്ന്, പക്ഷേ കോഴിക്ക് മനസ്സിലായില്ലല്ലോ. കോഴി വിചാരിക്കുന്നത് ഞാൻ തവളയാണെന്ന, അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് ഓടിക്കയറുന്നത്. 10 മടങ്ങ് ശക്തിയോടുകൂടി രോഗം തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ ഈ സമുദായത്തിലെ ബിദ്അത്തുകൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ ഒഴുകി വരുന്നു, പണ്ഡിതന്മാർ ഒഴുകി വരുന്നു എന്ന് കരുതി സമാധാനിച്ചിരിക്കരുത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പടപൊരുതാൻ
ഒറ്റക്കെട്ടായി നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനത്തെ ആകർഷിക്കാൻ കൂടുതൽ പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന, നാം അനുഭവിക്കുന്ന വിദ്യാഭ്യാസം, പ്രപഞ്ചത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അത് മാത്രം മതി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് തന്നെയാണ് പ്രവാചക പുങ്കവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യകാല പ്രവർത്തകരോട്, നിങ്ങളാ സൂര്യൻ കാണുന്നില്ലേ, അതിൻ്റെ കിരണങ്ങൾ കാണുന്നില്ലേ, ചന്ദ്രൻ കാണുന്നില്ലേ, അതിൻ്റെ ചലനങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന, മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് അവനെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അഥവാ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഈ ആശയമാണ് ഈ പ്രസ്ഥാനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകൾ. എന്നാൽ ഈ സത്യം എന്തുകൊണ്ട് ബഹുഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകുന്നില്ല എന്നതും ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച് വരുന്നുണ്ട് എങ്കിൽ ഒരുപാട് ആളുകളും പണ്ഡിതന്മാർ വരാതിരിക്കുന്നുണ്ടല്ലോ. സാധാരണക്കാരുടെ ആശങ്കയാണത്, സംശയമാണത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ എനിക്ക് വേദിയിൽ വെച്ച് തുറന്നു പറയാൻ പ്രയാസമുണ്ട്. പ്രതിപക്ഷ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. പിന്നെ മറ്റു ചില കാര്യങ്ങൾ, എന്തൊക്കെയോ പഠിച്ചു എന്ന് സമൂഹം മനസ്സിലാക്കുന്ന ചില ആളുകൾ യഥാർത്ഥത്തിൽ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ ആ നിലക്കാണ് നമ്മുടെ പള്ളി ദർസുകളിലുള്ള പാഠ പദ്ധതികളൊക്കെ ഇന്നും നിലനിൽക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സഞ്ചാൻ എന്ന ഒരു കിതാബ്. സഞ്ചാൻ തുഞ്ചാണ്ട് 5 ഓതിയാൽ ഒരു മുസ്ലിയാരാവും എന്നൊക്കെയാ പറയുക. അറബി ഭാഷ പഠിപ്പിക്കുകയാ അതിലൂടെ. അതിൽ ഇമ്മാ തറയിന്ന എന്ന ഒരു പദമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപാട് തവണ കേട്ടതായിരിക്കും. ആ പദത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് അസ്ലുഹു തർഅയീന, അതാദ്യം തർഅയീന എന്നായിരുന്നു, അതായി പറഞ്ഞത്. എന്നിട്ടൊരു ശ്ലോകമുണ്ട്, ഹംസ മുത്തഹരിക്കും ഹംസന്റെ മാക്കബിൽ സഹീസാക്കിനുമായപ്പോൾ ഹംസന്റെ അറക്കത്തിനേക്കാൾ ചെയ്ത് മാക്കബിലായ റാക്ക് കൊടുത്ത് ഇഫത്തിന് വേണ്ടി ഹംസേനെ കളഞ്ഞു. അങ്ങനെ നീണ്ടു പോവും ആ ശ്ലോകം. ഇതൊക്കെ ബൈഹാർട്ടാക്കി കാണാതെ പഠിച്ചിട്ട് അവസാനം തർഅയീന എന്നത് ഇമ്മാ തറയിന്ന എന്നായി എന്ന് പറയുമ്പോഴേക്കാകെ വേർത്തൊലിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് ഒരു കത്ത്. പള്ളിയുടെ പ്രസിഡന്റ് ഗൾഫിൽ നിന്ന് വന്നതാണ്. ഈ പള്ളിക്ക് പണം അയക്കാൻ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഇതിൻ്റെ സ്ഥിതി വിവരങ്ങളും ഒക്കെ അറിയിച്ചു കൊടുക്കാൻ അറബി അയച്ചതാണ്. ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊണ്ടുകൊടുത്താൽ ഈ തർഅയീന പാടിപ്പടിച്ച മുത്തഅല്ലിമും അത് ഓതിക്കൊടുത്ത മുദരിസും അന്തം വിട്ട് നോക്കി നിൽക്കുകയെന്നല്ലാതെ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. അത് അറബി ഭാഷ പഠിക്കുന്ന ആളിൻ്റെ അവസ്ഥയാണ്. ഇന്നും അതേ സിലബസ് തന്നെയാണ് നിലവിലുള്ളത്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്നാൽ ഇത് തന്നെയാണ് വിശ്വാസരംഗത്തും പഠിപ്പിക്കുന്നത്, ഇത് തന്നെയാണ് കർമ്മരംഗത്തും പഠിപ്പിക്കുന്നത്. വിശ്വാസരംഗത്തെന്ത് പഠിപ്പിക്കുന്നു? ശറഉൽ അഖായിദ വരെ ഓതിക്കൊടുക്കും സാധാരണ പള്ളി ദർസുകളിൽ നിന്ന്. എങ്ങാനെങ്കിലും ഉസ്താദുമാര് അഖായിദുൽ ഔദി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം ഓതിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെക്കും, ശറഉൽ അഖായിദ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈമാൻ കളയരുതേ, ഇതുകൊണ്ട് അതൊക്കെ ബാത്തിലാകുമെന്ന്. ആ തലക്കെട്ടോട് കൂടിയാണ് അഖായിദുൽ ഔദിയ എന്ന കിതാബ് ഓതിക്കൊടുക്കുക. എന്നോട് എൻ്റെ ഉസ്താദ് KC ജമാലുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ വാചകാണത്. ശറഉൽ അഖായിദ കൊണ്ട് കിട്ടിയ ഇഅ്തിഖാദ് ഈമാൻ ഉണ്ടല്ലോ, അതവിടെ വെച്ചോ, അഖായിദുൽ ഔദിയ കൊണ്ട് അതൊക്കെ അങ്ങ് പൊളിയും.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയോ ചില കാര്യം